ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് ഞാൻ എഗ്ഗൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ വേവിക്കാൻ വെച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് കട്ടിങ്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ടൊമാറ്റോ, ഓണിയൻ, അതുപോലെ എഗ്ഗും ബോയിൽ ചെയ്തതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണി പോട്ട് റെഡിയാണ്. തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് കട്ടിങ്സ് ക്യാരറ്റ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പാനൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. പാനൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് പുകഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതായാലും അതിനൊരു പുകച്ചില്ലിൻ്റെ ഒരു പുക സ്മെല്ല് വരും. അപ്പോൾ ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹോൾ മസാല എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ ചേർക്കുന്ന മസാല എല്ലാം ഈ നെയ്യിൽ കിടന്ന് ഒന്ന് മൂത്ത് അതിൻ്റെ സ്മെല്ല് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ചേർത്ത മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതുപോലെ സവോള കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഈ ഫ്രൈങ് പാൻ്റെ തവയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഓയിലില്ലെങ്കിലും നമുക്ക് കുറച്ച് ഓയിലില്ലെങ്കിലും എന്നല്ല, കുറച്ച് ഓയിലിൽ തന്നെ വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് അതൊന്നും അങ്ങോട്ട് വഴന്ന് വരുമ്പോൾ ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇത് രമ്പയില അല്ലെങ്കിൽ ബിരിയാണിക്ക ഇതാന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് ഞാൻ പുറത്ത് പോയി എടുത്തിട്ട് വന്നതാണ് കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് 2-3 പീസാക്കിയിട്ട് കൊടുക്കുക. ഈ രമ്പയിലേക്ക് നമ്മൾ പുറത്ത് നട്ട് വളർത്തുന്ന നല്ല ചെടിയാണ് കേട്ടോ. നമുക്ക് ഈ അലങ്കാര ചെടികളൊക്കെ പോലെ തന്നെ വളർത്താം, അധികം വെയിലൊന്നും വേണ്ട. അപ്പോൾ അതിങ്ങനെ ചെടിയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിളച്ച വെള്ളത്തിലിടുമ്പോഴാണ് നല്ലൊരു സ്മെല്ലായിരിക്കും. ബിരിയാണിയൊക്കെ വെച്ചില്ലെങ്കിൽ നമ്മൾ വെറുതെ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലേക്ക് ചേർത്താൽ തന്നെ ഈ ബിരിയാണി വെച്ചോ എന്ന് ചോദിക്കും വീട്ടിൽ വരണവർ. നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ടൊമാറ്റോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരിത്തിരി പച്ചമുളകും കൂടി അഡീഷണലായിട്ട് ചേർത്ത് മല്ലിമുളക്, മഞ്ഞൾ, അതുപോലെ ഗരം മസാല, പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടിയുടെ ആ ഒരു റോ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഒന്ന് മാറി മുരിഞ്ഞ ഒരു ടേസ്റ്റിലേക്ക് വരും. നമ്മൾ ചേർത്ത മസാലകളും സവോള, ടൊമാറ്റോ എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ ചേർത്ത ഓയിൽ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോഴാണ് മസാലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ ടൊമാറ്റോ വേണമെങ്കിൽ ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ ഒരു ടൈമിൽ പാനിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണയോ നെയ്യോ എന്തായാലും മതി. നമ്മൾ ഇതുപോലെ എഗ്ഗ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മുളക് പൊടി, ഇത്തിരി ഗരം മസാലയുടെ പൗഡറും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കുക കേട്ടോ, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. എന്നിട്ട് ഇതുപോലെ ഈ എഗ്ഗിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല പൗഡർ ഇങ്ങനെ പുരണ്ടിരിക്കുന്ന രീതിയിലേക്ക് മസാല നന്നായിട്ട് പൊടികളൊന്ന് മൂത്ത ഒരു സ്മെല്ല് വരുന്നത് വരെ തിരിച്ചു മറിച്ച് വിട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലേ ചെയ്യണുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ നോമ്പ് സമയത്തൊക്കെ നമ്മൾ കുറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കി കുറേ കഴിച്ച് കുറേ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെയൊന്നും എടുക്കാതെ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക. കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. ഫുഡ് ഒരുപാട് ലാവിഷായിട്ട് വേസ്റ്റാക്കി കളയാതിരിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് മാത്രം ഭക്ഷണം ഉണ്ടാക്കുക. ഇനി നമ്മൾ ഈ എഗ്ഗ് ഒരുപാട് ഫ്രൈ ചെയ്യരുത് കേട്ടോ, ഹാർഡായി പോകും. മസാലയിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് തൈര് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഈ നോമ്പ് സമയത്ത് നമ്മളെപ്പോഴും പലഹാരങ്ങളൊക്കെ അല്ലേ കഴിക്കണം. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ ഇതുപോലെ എഗ്ഗ് ബിരിയാണിയൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, അവർ കഴിക്കും. പിന്നെ പാൻ ചൂടാക്കിയിട്ട് നമ്മൾ ആ മസാല വഴറ്റിയ ആ പാനിലേക്ക് തന്നെ ഒരു എഗ്ഗ് കൂടി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നോൺ വെജ് മറ്റുള്ള ഐറ്റംസ് ചിക്കനും ബീഫൊക്കെ ബിരിയാണി പോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ റൈസിനും എല്ലാം നല്ലൊരു ഫ്ലേവർ കിട്ടും. ഈ എഗ്ഗ് ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരു പ്രത്യേക ഒരു ഫ്ലേവറൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു എഗ്ഗ് എടുത്ത് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ബിരിയാണിയിൽ, അതായത് ഈ മസാലയിൽ ദമ്മിടുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ മസാലയിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉപ്പ് ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തത്. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക.
അപ്പോൾ അതെല്ലാം അങ്ങനെ റെഡിയായിട്ട് നമ്മൾ റൈസ് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. അതിലേക്ക് വെള്ളത്തിലേക്ക് ഈ രമ്പയില അതുപോലെ പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഹോൾ മസാലകളൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അരിയും കൂടി ചേർത്ത് ഉപ്പൊരിത്തിരി മുന്നോട്ട് വരുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലത് കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിടാം കേട്ടോ. പിന്നെ ആ റൈസ് അതിൽ കിടന്ന് കുക്കായിക്കോളും. ഇനി നമുക്ക് ഇതുപോലൊരു പാനിലേക്ക് കുറച്ച് സവോളയും ക്യാരറ്റും നട്ട്സും റൈസിൻസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഈ ഉണക്കമുന്തിരി ചേർക്കുന്നത് കുട്ടികൾക്കൊന്നും അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നട്ട്സ് കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട്. ഉണക്കമുന്തിരി അത് നമ്മുടെ കിസ്മിസില്ലേ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി അതൊന്ന് സോട്ട് ചെയ്തിട്ട് കളറൊന്ന് ചേഞ്ചായിട്ട് വരട്ടെ. നിരത്തിയിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരിത്തിരി ഗരം മസാലയുടെ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി സാധാരണ നമ്മൾ ദം ചെയ്യുമ്പോൾ ചേർക്കുന്ന പോലെ കുറച്ച് നെയ്യ് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നെയ്യ് അങ്ങനെ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പലരും പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരിത്തിരി നെയ്യ്, നമ്മൾ പകൽ മുഴുവൻ ഭക്ഷണം കഴിക്കാതൊക്കെ ഇരിക്കുന്നതല്ലേ, അപ്പോൾ ഒരിത്തിരി നെയ്യ് ഇതുപോലെ ചേർത്ത് മുകളിൽ കൊടുക്കാൻ നിർബന്ധമില്ല. പക്ഷേ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതുപോലെ വറുത്ത് വെച്ചതും പിന്നെ നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്ഗും ഗരം മസാല അങ്ങനെല്ലാം ചേർത്ത് ഇതൊന്ന് ഏറ്റവും ടോപ്പിലായിട്ട് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് പുതിനയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയില കുറച്ച് കൂടി പോയാലും കുഴപ്പമില്ല. പുതിന അത്യാവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയിട്ട് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളത്തിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്തത് കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ ഗീ റൈസ് ആയിട്ടല്ലല്ലോ വെച്ചത്, ഇതുപോലെയല്ലേ. അപ്പോൾ നമ്മൾ ചേർത്ത നെയ്യും എല്ലാം താഴ്ഭാഗം വരെ ചെന്നിട്ട് അതൊന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എഗ്ഗ് മസാലയിൽ അങ്ങനെ കാര്യമായിട്ടുള്ളൊരു വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഒന്ന് ദം ചെയ്യുന്ന സമയത്ത് അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ച് സാലഡ് കൂടി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുക്കുമ്പറും ക്യാരറ്റും സവാളയും പച്ചമുളക് ഒട്ടും എരിവില്ലാത്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ലാവിഷായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചെറുനാരങ്ങയും ഒരല്പം വിനീഗറും കൂടി. ചെറുനാരങ്ങയ്ക്ക് അത്ര ഒരു നീരൊന്നും ഉണ്ടായിരുന്നില്ല, അതിൻ്റെ അത്ര കിട്ടിയില്ല. അപ്പോൾ ഒത്തിരി പുളിക്ക് വേണ്ടി കുറച്ച് വിനീഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുത്ത് സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ബിരിയാണി ഇതാ എല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. എഗ്ഗ് ബിരിയാണി. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്യാത്തവർ ചെയ്ത് നോക്കിക്കോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നോമ്പ് തുറന്ന് ചെറിയ ജ്യൂസും ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ഇതിൽ നിന്ന് ഒരല്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടമാവും. എല്ലാവരും കൂടി നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ എല്ലാവർക്കും അതൊരു ഹാപ്പിനെസ് ആണല്ലോ. അപ്പോൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ ചമ്മന്തി അരച്ചത് ഇങ്ങനെ അമ്മയിൽ അരക്കാനുള്ളൊരാഗ്രഹം കൊണ്ട് പച്ച കളറിലെ ചമ്മന്തിയാണല്ലോ ബിരിയാണിക്ക് നല്ല മാച്ചായിട്ടത്. കറിവേപ്പിലയും മല്ലിയിലയും പച്ചമുളകും നന്നായിട്ട് ചേർത്ത് അത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം തേങ്ങ ചേർത്തിട്ടുള്ള ചമ്മന്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എഗ്ഗ് ബിരിയാണി. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി. ഈ നോമ്പിന് നിങ്ങളും ഇതുപോലെ ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.